യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. 3-ാം വാക്യം പറയുന്നു, യേശു പറയുകയാണ്, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പാകേണ്ടതിനത്രേ. കുരുടനായ ഈ മനുഷ്യൻ വരുമ്പോൾ ശിഷ്യന്മാർ ഈ മനുഷ്യൻ്റെ സൗഖ്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഇവൻ പാപം ചെയ്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതുകൊണ്ടാണോ ഇത് വന്നതെന്ന്. പല സമയങ്ങളിലും നമ്മുടെയും കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ആരാണ് പാപം ചെയ്തത്? നമ്മൾ പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം, പ്രതിസന്ധി വരുമ്പോഴത്തേന് അത് അവരുടെ ജീവിതത്തിൽ ഇന്ന കുറവ് കൊണ്ടാണ്, ഇന്ന തെറ്റുകൊണ്ടാണെന്നൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവ് തന്നത് ചെറിയ പരീക്ഷയാണ്, പരീക്ഷണമാണെന്നൊക്കെ നമ്മൾ പറയും. അന്നും അതേ ചിന്താഗതി ഉള്ളവരുണ്ടായിരുന്നു. കുരുടനായി ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടാണ്. എപ്പോഴും നമ്മൾ അറിയണം, എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും പാപം കൊണ്ടല്ല വരുന്നത്. അതിന് യേശു പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഇവൻ്റെ അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തിട്ടില്ല, പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ അതെൻ്റെ പാപം കൊണ്ടാ എന്നും പറഞ്ഞ് നമ്മളതിനെ മുദ്ര കുത്തി മാറ്റാതെ ഇതിനകത്തുള്ള ദൈവ പദ്ധതി എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രതിസന്ധി നന്മയായിത്തീരും. ഇതിൻ്റെ കാരണം എന്താണെന്നും ഇതാര് ചെയ്തുകൊണ്ടാണെന്നും ആരുടെ പാപമാണെന്നും ഒക്കെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പോയാൽ വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ തിരക്കുള്ള റോഡുകളിൽ ഇതല്ലേ നടക്കുന്നത്. വണ്ടി തട്ടുന്നു, വണ്ടി മുട്ടുന്നു, തർക്കങ്ങളും വാദങ്ങളും ഉണ്ടാകുന്നു. നീയാ ശ്രദ്ധിക്കാഞ്ഞ്, നീയാ ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞ് വാദങ്ങളും തർക്കങ്ങളുമായി പോവുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ വണ്ടി തട്ടി മുട്ടി അന്നേരം തന്നെ അവർ പറഞ്ഞു സോൾവ് ചെയ്തല്ലേ, പോലീസായി കേസായി അവരങ്ങ് പോവുകയാണ്. ഇവിടെ നമ്മൾ വഴിയിൽ നിന്ന് വഴക്കും അടിയും എല്ലാം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. പല ആളുകളും അവരവരുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒത്തിരി സമയം മാറ്റിവെക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ഈ സൗഖ്യത്തെക്കാൾ ഉപരി ഇവന് സൗഖ്യം വേണമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി ചിലർ ചിന്തിക്കുകയാണ്, ഇവൻ എന്തുകൊണ്ടാണ് കുരുടനായി തീർന്നത്. നമ്മുടെയൊക്കെ ചുറ്റും പ്രതിസന്ധിയിലൊക്കെ ആകുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ നാം കാണേണ്ടത് അവരുടെ പാപികളായിട്ടോ പാപം കൊണ്ടോ എന്നല്ല, മറിച്ച് ഇവരിൽ എങ്ങനെയാണ് ദൈവപ്രവൃത്തി വെളിവാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയെ പോലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനുള്ള സാഹചര്യമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അതെ, ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവിനോട് നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പം, ബുദ്ധിമുട്ട് വരുമ്പം അതിനെ പാപത്തിൻ്റെ കാരണമായി കാണാതെ മറിച്ച് പറയണം, ദർ ഇസ് എ പ്ലാൻ ഓഫ് ഗോഡ്. ചിലതൊക്കെ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ദൈവമായിട്ടുള്ള ബന്ധത്തെ നമ്മളെ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതൊരു ദൈവപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ദാറ്റ്സ് ഗോഡ്സ് ഡൂയിങ്. ദാറ്റ്സ് ടു റിവീൽ ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. വഴികൾ അടഞ്ഞത് ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിനേക്കാളും ഉന്നതമായ ബെറ്ററായ ചില വഴികൾ തുറക്കപ്പെടാൻ വേണ്ടിയാണ്. ചില വഴികൾ അടച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൾ നമ്മൾ തുറക്കത്തുള്ളൂ. ചില സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ബന്ധിക്കപ്പെട്ട് കിടക്കും. ദൈവം ചെയ്യുന്നത് ചില വഴികളെ അടയ്ക്കും. എന്തിനെന്നറിയുമോ? നമ്മുടെ കണ്ണ് തുറന്ന് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പറ, ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഈ രോഗം ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ബലം ദൈവം തരും. അതുകൊണ്ട് വിശ്വസിച്ച് പറയണം, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഇന്നത്തെ പ്രാർത്ഥന ഇതാണ്: നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഹിതവും കാണാൻ വേണ്ടി നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം. അതുകൊണ്ട് പറയണം, ദൈവപ്രവൃത്തി വെളിപ്പെടും, ഈ പ്രതിസന്ധി വഴിമാറും, ഈ പ്രശ്നം വഴിമാറും, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് ധൈര്യത്തോടെ നിങ്ങൾ കർത്താവിൻ്റെ നിൽക്ക്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.